കുവൈറ്റിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പരിക്കുപറ്റിയവരിൽ മലയാളികളും ഉൾപ്പെടുന്നു. 12 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതിൽ 3 മലയാളികളുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം കുവൈത്ത് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ 3 മലയാളികളും ഉൾപ്പെടുന്നു. ഒരു പെൺകുട്ടിക്കും 2 യുവാക്കൾക്കുമാണ് പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ട്. വിമാനത്താവളത്തിനുള്ളിലെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവരാണ് പരിക്കേറ്റവരെന്നാണ് സൂചന. ആക്രമണത്തിലാകെ 12 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റത്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 നേർക്കാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം ടെർമിനൽ പൂർണ്ണമായും അടച്ചു. കുവൈത്തിൽ അമേരിക്കൻ ഡ്രോൺ സംഭരണ കേന്ദ്രത്തെയാണ് ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അലി അൽ സലീം എയർബേസിൽ വിമാനങ്ങളെയും ലക്ഷ്യമിട്ടിരുന്നു. ശത്രു മിസൈലുകളെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച അമേരിക്കൻ സിസ്റ്റത്തിന്റെ പിഴവാണ് വിമാനത്താവളത്തിൽ പതിക്കാൻ കാരണമായതെന്ന് ഇറാൻ വാദിക്കുന്നു. ഈ വാദം അമേരിക്ക നിഷേധിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ GCC രാജ്യങ്ങൾ ഇറാനെതിരെ കടുത്ത നിലപാടെടുത്തിട്ടുണ്ട്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധമടക്കം വിച്ഛേദിക്കുന്ന തീരുമാനത്തിലേക്കാണ് കുവൈത്ത് എത്തിയത്. രാജ്യത്തുള്ള ഇറാനിയൻ നയതന്ത്രജ്ഞർ കുവൈത്ത് വിടണമെന്ന് കുവൈത്ത് സർക്കാർ ആവശ്യപ്പെട്ടു. ചർച്ചകൾ സ്തംഭിച്ചതിനാൽ അമേരിക്ക-ഇറാൻ സംഘർഷം വ്യാപിക്കുന്നതിന്റെ ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.